നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിർബന്ധം പിടിച്ച് ഇപ്പൊ എന്തെങ്കിലും പറ്റിപ്പോയാ ഈ സ്വർണമാലയുടെ ഒരു അരികു പോലും എനിക്ക് കിട്ടില്ല. പക്ഷെ എല്ലാവരെയും പാട്ടിലാക്കി വരുണിനെ എന്റെ കാൽക്കീഴിലാക്കിയ സിനിമ നടിയാവാനുള്ള മോഹം മാത്രമല്ല, സിനിമ ഇൻഡസ്ട്രി തന്നെ ഞാൻ ഭരിക്കും. എന്നെ അറിയില്ലെങ്കിലും ആ അമ്മയുടെ അനുഗ്രഹം എനിക്ക് കിട്ടും. അച്ഛൻ ഭഗവാനോട് പ്രാർത്ഥിക്കണേ, ആ അമ്മയ്ക്കൊന്നും സംഭവിക്കരുതെന്ന്. എത്രയും പെട്ടെന്ന് ആ അമ്മ കണ്ണു തുറക്കണേന്ന്. ഈശ്വര, ശ്യാമേ, ശ്യാമേ, എന്റെ ദൈവമേ, ശ്യാമ, ശ്യാമ ഹോസ്പിറ്റലാണ്. മാഡം ഇവിടെ വരുമ്പോ കണ്ടീഷൻസ് കുറച്ച് മോശമായിരുന്നു. അറിയൊക്കെ കുഴപ്പമില്ല. ശ്യാമേ, ഞാൻ വല്ലാതെ പേടിച്ചു പോയി. വിവരം അറിയിക്കാൻ വേണ്ടി ഐശ്വര്യ മാലിനെയും വിളിച്ചിട്ടൊട്ട് കിട്ടിയതുമില്ല. ഡോക്ടർ, ഞാനിവിടെ കിടക്കേണ്ടി വരുമോ? ഒരുപാട് ദിവസമൊന്നും വേണ്ടി വരില്ല. തലയിലെ മുറിവൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നാളെ നമുക്കൊന്ന് നോക്കാം. കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഡിസ്ചാർജിനെ കുറിച്ച് ചിന്തിക്കാം. ബ്ലഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി, പക്ഷേ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, മിറക്കിൾ. മേഡത്തിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. ഇവിടെ ചികിത്സയ്ക്ക് വന്ന ഒരു കുട്ടിയാണ് മേഡത്തിന് ബ്ലഡ് തന്നത്. അതും മേഡത്തിന്റെ അതേ ചായ ഉള്ള ഒരു കുട്ടി. ശ്യാമേ, റിലാക്സ്. ഡോക്ടർ കിടക്ക്. എക്സ്ക്യൂസ് മീ, ഇപ്പൊ വരാം. ശ്യാമേ, കിടക്ക്. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ല. അതെ ശ്യാമേ, നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ആ കുട്ടി തന്നെ ഇവിടെ വന്നത്. ആ കുട്ടിയുടെ രക്തം ഇപ്പൊ നിന്റെ ശരീരത്തിലൂടെ ഓടുന്നത്. എന്റെ കൃഷ്ണ, എനിക്ക് ഉറപ്പായി അതെന്റെ മോള് തന്നെയാ. എത്ര ദൂരെ ആയാലും രക്തത്തെ തിരിച്ചറിയെന്ന് പറഞ്ഞിട്ട് അവളുടെ രക്തം എനിക്ക് പകർന്നു തന്ന അവസ്ഥയിൽ പോലും എനിക്ക് അവളെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ. വിഷമിക്കല്ലേ, നമ്മുടെ മുന്നിൽ ഇപ്പൊ ഒരു മാർഗമുണ്ട്. എന്ത് മാർഗോ? ആ കുട്ടി ഹോസ്പിറ്റലിൽ വന്നത് സിനിമ നടി നമ്മുടെ വിനയപ്രസാദ് മാഡം ഇല്ലേ, അവരുടെ കൂടെയാ. വിനയപ്രസാദിന്റെ അനുജത്തി ആ കുട്ടീന്നാ പറഞ്ഞു. എന്നിട്ട് ചേച്ചി വിനയപ്രസാദിനെ വിളിച്ചു നോക്കിയില്ലേ? ഇല്ല ശ്യാമേ, ഞാൻ ശ്യാമയുടെ കാര്യത്തിൽ ടെൻഷനിലായിരുന്നു. ശ്യാമയ്ക്ക് വിനയപ്രസാദ് മാഡത്തെ പരിചയമുണ്ടോ? 1-2 ഫംഗ്ഷൻ വെച്ച് ഞാൻ വിനയപ്രസാദ് മാഡത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ ശ്യാമ വിളിച്ചാ മതി. നമ്മള് മോളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ശ്യാമേ ചേച്ചി, എത്രയും പെട്ടെന്ന് വിനയ മാഡത്തിന്റെ നമ്പർ സംഘടിപ്പിക്കണം. ഞാൻ സംസാരിച്ചോളാം. അല്ല, ഈ വിനയ മാഡത്തിന്റെ അനുജത്തി എന്നല്ലേ പറഞ്ഞ്? എങ്ങനെയുള്ള ബന്ധമാണെന്ന് നമുക്കറിയില്ലല്ലോ ശ്യാമേ. നമുക്ക് നോക്കാം. താനൊന്ന് സമാധാനിക്കും. ഞാൻ ഇപ്പൊ തന്നെ നമ്പർ സംഘടിപ്പിക്കാം. ഭഗവാൻ, അത് തന്നെ ആയിരിക്കണേ എന്റെ മോള്. എനിക്ക് എന്റെ മോളെ തന്നേക്കണേ.
പ്രിയങ്ക, ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. എന്താ ശരത്തെ? ഒരു പ്രോജക്റ്റ് ആണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഹരിശങ്കറിന്റെ പടത്തില്. സ്ക്രിപ്റ്റ് ഒക്കെ ഓക്കെയാണ്, ഹരീന്ദ്ര സാറിന്റെ ഡേറ്റും ഓക്കെ. പക്ഷേ പെട്ടെന്ന് പ്രൊഡ്യൂസർക്ക് ഒരു ചേഞ്ച് വന്നു. ഇമ്മീഡിയറ്റ് പ്രോജക്റ്റ് ആയതുകൊണ്ട് ഞാനൊന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. പടം നമുക്ക് വരുണിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. നമ്മുടെ കണ്ടീഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹീറോയിനായിട്ട് പ്രിയങ്ക ആയിരിക്കണം. ശരത്ത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ എടോ, പണം കൊട്ടയിലാക്കി ഹരിശങ്കറിന് പിന്നാലെ നടന്നാൽ പോലും അടുത്ത 5 വർഷത്തേക്ക് ഡേറ്റ് കിട്ടില്ല. വരുൺ ഇൻഡസ്ട്രിയിലേക്ക് വരണമെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇല്ല തനിക്കും. ശരത്ത് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ വരുണൊരു താല്പര്യം കാണിച്ചു തുടങ്ങിയാലല്ലേ എനിക്കിത് പ്രസന്റ് ചെയ്യാൻ പറ്റൂ. താനിത് എന്തൊക്കെയായി പറയുന്നേ? വരുണിനെ കൊണ്ട് താനിത് സമ്മതിപ്പിക്കണം. ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പിൽ അവരെ പിടിച്ചേർത്ത് എന്നെ കൊണ്ട് പറ്റും. സത്യം പറ, തനിക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉണ്ട്. ഒന്നും കാണാതല്ലോ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഇവിടെ കാര്യങ്ങൾ അത്രയ്ക്കൊന്നും എളുപ്പമല്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പതുക്കെ പതുക്കെ ഓരോരുത്തരുടെയും മനസ്സ് കീഴടക്കണം. അങ്ങനെ വരുണനെ മരുന്ന് മുറിക്കേ പറ്റും. ഒരു കാര്യം ഞാൻ പറയാം. ഈ പ്ലാനിംഗ് ഒക്കെ പറഞ്ഞിട്ട് കാലം കടന്നുപോയാലേ പിന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ ഇതാ ഉണ്ടാവില്ല. മുത്തശ്ശി, ഇവിടെ വന്ന് കയറിയിരിക്കുന്നവളുടെ തനി സ്വഭാവം എന്താന്ന് മുത്തശ്ശിക്ക് അറിയണ്ടേ? അവളിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ എല്ലാരും കൂടെ എന്നോട് ദേഷ്യപ്പെട്ടല്ലോ. എന്നാലേ മുത്തശ്ശിക്ക് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചുതരാം അവൾ ഈ വീട്ടിൽ വന്നിരിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താന്ന്. നീ ആരുടെ കാര്യമായി പറയുന്നേ? പ്രിയങ്കയുടെ. നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഈ കുടുംബത്തിന്റെ അടിവേര് തോണ്ടാൻ അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നീ ഇല്ലാ കഥ പറയരുത്. ഇല്ല കഥയൊന്നും അല്ല മുത്തശ്ശി. മുത്തശ്ശി എന്നോട് വന്നേ. വാ മുത്തശ്ശി. എന്റെ ശരത്തെ, ഇവിടുത്തെ ആഭരണപ്പെട്ടിയിൽ ഇരിക്കുന്ന ആഭരണങ്ങൾ മാത്രം എത്ര മാത്രം ഉണ്ടെന്ന് അറിയോ? അപ്പൊ പിന്നെ ബാങ്കിൽ കിടക്കുന്ന പണത്തിന്റെ കാര്യമെല്ലാം പറയണോ? നിർബന്ധം പിടിച്ച് ഇപ്പൊ എന്തെങ്കിലും പറ്റിപ്പോയാ ഈ സ്വർണമാലയുടെ ഒരു അരികു പോലും എനിക്ക് കിട്ടില്ല. പക്ഷെ എല്ലാവരെയും പാട്ടിലാക്കി വരുണിനെ എന്റെ കാൽക്കീഴിലാക്കിയ സിനിമ നടിയാവാനുള്ള മോഹം മാത്രമല്ല, സിനിമ ഇൻഡസ്ട്രി തന്നെ ഞാൻ ഭരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.